പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ വചന പഠനത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രവേശിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് നമ്മുടെ പഠനം എത്തി നിൽക്കുന്നത്. 7-ാമത്തെ അധ്യായത്തിൻ്റെ 36 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. യേശുവിനെ സംബന്ധിക്കുന്ന വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വിവിധ ജനവിഭാഗങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതും യേശുവിനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നതും നമ്മൾ ഈ ഭാഗത്ത് കണ്ടു. ഇനി തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു അതിശക്തമായ ഒരു ആഹ്വാനം ജനത്തിന് നൽകുന്നതാണ് 37 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. നമ്മൾ കണ്ടു, ഇത് കൂടാരത്തിരുനാളാണ്. കൂടാരത്തിരുനാളിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെ ദിവസമാണ് ഈശോ ജെറുസലേമിലേക്ക് എത്തുന്നത്. എത്തിയ ഉടനെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ മഹാനഗരത്തിൽ യേശു ഈ തീർത്ഥാടകരുടെ ഇടയിലൂടെ സഞ്ചരിച്ച് ദേവാലയത്തിലെത്തുന്നു. ദേവാലയത്തിൽ നിന്ന് ഈശോ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജനവിഭാഗങ്ങൾക്കിടയിൽ യേശുവിനെക്കുറിച്ച് രൂപപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനം എന്ന് പറഞ്ഞാൽ 8-ാമത്തെ ദിവസം, കൂടാര തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന്. നമ്മൾ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട വളരെ പ്രധാനപ്പെട്ട 2 ബിംബങ്ങളാണ്, 2 ഇമേജുകളാണ്. ഒന്ന് വെള്ളം, 2 പ്രകാശം. ഈ 2 ഇമേജുകളിലൂടെയാണ് ഈശോ ഇനി താൻ നൽകാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഈശോ ആദ്യത്തെ ബിംബമായ ജലം എടുത്തുകൊണ്ട് തന്നിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയിക്കുകയാണ്. ഇതിന് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പശ്ചാത്തലം എന്ന് പറയുന്നത് കൂടാരത്തിരുനാളിന് ഇസ്രായേൽക്കാർ നടത്തിയിരുന്ന ഒരാചാരവുമായി ബന്ധപ്പെട്ടതാണത്. പ്രധാനമായും മരുഭൂമിയിലൂടെ 40 വർഷം യാത്ര ചെയ്ത സമയത്ത് ദൈവം അത്ഭുതകരമായി അവരെ വെള്ളം കൊടുത്ത്, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് അനുഗ്രഹിച്ചതിൻ്റെ ഓർമ്മയാചരണം അവർ നടത്തിയിരുന്നത് താഴെ പറയുന്ന വിധത്തിലാണ്. ജെറുസലേം ദേവാലയത്തിന് അടുത്തുണ്ടായിരുന്ന ഒരു കുളമായിരുന്നു ശീലോഹ കുളം. പ്രധാന പുരോഹിതൻ ഈ കുളത്തിനരികിലേക്ക് തൻ്റെ തോളിൽ വെച്ച് കെട്ടിയ ഒരു ദണ്ടിൻ്റെ, ഒരു വടിയുടെ 2 അറ്റത്തും 2 കുടങ്ങൾ കെട്ടിത്തൂക്കി പ്രധാന പുരോഹിതൻ ഈ കുളത്തിന് അരികിലേക്ക് ചെല്ലും. അദ്ദേഹത്തിൻ്റെ കൂടെ അനേകം പുരോഹിതന്മാരും അദ്ദേഹത്തെ അനുയാത്ര ചെയ്യും. അങ്ങനെ ശീലോഹ കുളത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ തോളിൽ വെച്ചിരിക്കുന്ന വടിയിൽ, കമ്പിൽ ചേർത്ത് കെട്ടിയിരിക്കുന്ന കുടങ്ങളിൽ വെള്ളം കോരി, ഒപ്പം പുരോഹിതന്മാരും കുടങ്ങളിൽ വെള്ളം കോരി അവർ ഒരു പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് വരുന്നു. ദേവാലയത്തിൽ ബലിപീഠത്തിൻ്റെ അരികിലുള്ള ഒരു പാറമേൽ അവർ ഈ വെള്ളം ഒരു നീരാജനമായി ഒഴുക്കി കൊടുക്കുന്നു.
അങ്ങനെ ഈ ശീലോക കുളത്തിൽ നിന്ന് കോരിയെടുത്ത വെള്ളം അവർ ദേവാലയത്തിലെ ആ ബലിപീഠത്തിനടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന വലിയൊരു കുംഭത്തിനകത്തേക്ക് ആ വെള്ളം ഒഴിച്ചിട്ടാണ് പ്രധാന പുരോഹിതൻ ഈ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ തൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഈ കുടം ചിഹ്നിക്കുകയും അതിൽ നിന്ന് വെള്ളം ഒഴുകി വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ആചാരം കൂടാര തിരുനാളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തീർത്ഥാടകരായി എത്തുന്ന ലക്ഷോപലക്ഷം യഹൂദന്മാർ പൂർവ്വകാലങ്ങളിൽ ദൈവം തങ്ങളെ വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത അത്ഭുത പ്രവൃത്തികളാൽ വഴി നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി നിർനിമേഷരായി ഈറനണിയുന്ന മിഴികളുമായി ഈ ഊറി ഒഴുകുന്ന അനർഗളമായി ഒഴുകി വരുന്ന ഈ ജലപ്രവാഹത്തിലേക്ക്, ഈ അനസ്യൂത പ്രവാഹത്തിലേക്ക് നിർനിമേഷരായി കണ്ണുകൾ ഈറനണിഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ അതവരെ സംബന്ധിച്ച് ഭൂതകാലവുമായി തങ്ങളെ ചേർത്ത് കെട്ടുന്ന മനോഹരമായ ഒരു ആചാരമായിരുന്നു. വൈകാരികമായ ഓർമ്മകൾ നിറയുന്ന ഒരാചാരമായിരുന്നു. ഹൃദയ നിർഭരമായ നന്ദി കൊണ്ട് അവർ നിറയുന്ന ഒരനുഭവമായിരുന്നു. അപ്രകാരം ഈ കൂടാര തിരുനാളിൻ്റെ അവസാനത്തെ ദിനത്തിൽ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ അരികിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ജലം അവരെ പല ഓർമ്മകളിലേക്കും കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ യഹൂദ മനസ്സുകളിലുണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു ഒരു ദുഃഖം, ഒരു നിരന്തരമായ ദുഃഖം. ആ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മഹാസംസ്കാരങ്ങളും വളർന്നു വന്നത് നദീതീരങ്ങളിലാണ്. സിന്ധു നദീതട സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബാബിലോൺ നഗരം ഉയർന്നു നിന്നു. നൈൽ നദിയുടെ തീരത്തായിരുന്നു ഈജിപ്ത് തലയുയർത്തി നിന്നത്. മഹാനഗരങ്ങളും മഹാസംസ്കൃതികളും രൂപപ്പെട്ടത് നദീതീരങ്ങളിലായിരുന്നു. ഒരു ശരാശരി യഹൂദൻ്റെ മനസ്സിൽ എല്ലാ കാലത്തെയും ഒരു സങ്കടമായിരുന്നു തങ്ങളുടെ ദൈവനഗരത്തെ ചുറ്റി ഒരു നദി ഇല്ലല്ലോ എന്ന വിഷമം. തങ്ങളുടെ നഗരത്തെ വലം ചുറ്റി ഒഴുകുന്ന ഒരു നദി ഇല്ലല്ലോ എന്ന ദുഃഖം ഒരു യഹൂദൻ്റെ ദുഃഖമായിരുന്നു. അപ്പോൾ ഈ ദുഃഖത്തെ അവർ അതിജീവിക്കാൻ പരിശ്രമിച്ചത് ആചാരപരമായ ചില ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ്. അവരിങ്ങനെ ചിന്തിച്ചിരുന്നു, യഹൂദ റബ്ബിമാർ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു, യഥാർത്ഥത്തിൽ ജെറുസലേമിനെ ചുറ്റി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഭൂമിശാസ്ത്രപരമായി അങ്ങനൊരു നദിയില്ലെങ്കിലും ദൈവികമായി അവർ പഠിപ്പിച്ചിരുന്നു അങ്ങനൊരു നദിയുണ്ട്. ഉദാഹരണത്തിന് 46-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി എടുത്താൽ ഇതൊരു തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിന്നെ എന്തിനാണ് ഇങ്ങനെ 46-ാം സങ്കീർത്തനത്തിൽ ഒരു നുണയാണോ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ ഈ നദിയുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് യുവതലമുറ, യങ്ങർ ജനറേഷൻ ചോദിക്കുമ്പോൾ റബ്ബിമാരിങ്ങനെയാണ് മറുപടി പറഞ്ഞിരുന്നത്: നദിയുണ്ട്, പക്ഷേ അത് നഗ്നനേത്രങ്ങൾക്ക് കാണാനാവാത്ത ഒരു നദിയാണ്. അത് ദേവാലയത്തിൻ്റെ അകത്ത് എവിടെയോ ഉറങ്ങുന്ന ഒരു നദിയാണ്. നഗരഹൃദയത്തെ വലം ചുറ്റി ഒഴുകുന്ന ഈ നദി മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾക്ക് കാണാനാവാത്ത ഒരു നദിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് നൽകിയിരുന്ന മറുപടി, പാറ പിളർന്ന് വെള്ളം ഒഴുകിയ സംഭവത്തിൽ പാറയിൽ നിന്ന് ഒഴുകി വന്നത് ഈ മറഞ്ഞിരുന്ന മഹാനദിയാണ്. എസെക്കിയേൽ കാണുന്ന ദർശനം, എസെക്കിയേൽ 47-ാം അധ്യായത്തിൽ ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒഴുകി വരുന്നതായി എസെക്കിയേൽ കാണുന്ന ആ ദർശനത്തിൽ ഒഴുകി വരുന്നത് ഈ മറഞ്ഞിരുന്ന നദിയാണ്. പ്രവാചകരുടെ കണ്ണുകളുടെ മുമ്പിൽ മാത്രം തുറന്നു വരുന്ന, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ മാത്രം വെളിപ്പെടുന്ന
ഒരു നദിയായിട്ടാണ് അവരിതിനെ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നദിയില്ല. എന്നാൽ അങ്ങനെ നദിയില്ല എന്ന ആ നഗ്നസത്യത്തെ അവർ അതിജീവിച്ചത് വിശ്വാസത്തിൻ്റെ ഒരു നദിയെ, വിശ്വാസത്തിൽ കാണുന്ന ഒരു നദിയെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊരു നദി, ആ മറഞ്ഞിരുന്ന നദി പുറത്തു വന്ന ദിവസമാണ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ പാറയിൽ നിന്ന് ആ വെള്ളം ഒഴുകി വന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശീലോഹ കുളത്തിൽ നിന്ന് ഈ വെള്ളം കോരി അവർ ഒഴുക്കി ആളുകൾ കാണാൻ വേണ്ടി അങ്ങനെ ഒരു കാഴ്ച ഒരുക്കിയത്. അപ്പോൾ ഈശോ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകുമെന്ന് പറയുന്നത് ഈ കൂടാരത്തിരുന്നാളിൻ്റെ ഈ ആചാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോ ഇത് പറയുമ്പോൾ എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ വാക്കുകളുടെ പിന്നിൽ ഈശോ ഒളിപ്പിച്ചു വെക്കുന്ന നിഗൂഢമായ രഹസ്യം? ദേവാലയത്തിൽ നിന്നാണ് ഈ നദി ഒഴുകുന്നത്. കൂടാരത്തിരുന്നാളിൽ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നദി ഒഴുകുന്നത് ദേവാലയത്തിൽ നിന്നാണ്. അപ്പോൾ ദേവാലയത്തിൽ നിന്ന് നദി ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ആ ചിന്തയുടെ പശ്ചാത്തലത്തിൽ യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇത്ര നാളും മറഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ മഹാനദി എന്നിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ പോവുകയാണെന്ന് പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ദേവാലയമാക്കി ഞാൻ മാറ്റും എന്നാണ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇത് നമ്മൾ ഇനി കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം ജെറുസലേം ദേവാലയം തകർക്കപ്പെടുകയും ജെറുസലേം ദേവാലയം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, യേശു ദേവാലയമായി മാറി. യേശുവാണ് ദേവാലയം. യേശുവിലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. യേശുവിലാണ് നാം പിതാവിനെ കണ്ടുമുട്ടുന്നത്. യേശുവിലാണ് നാം യഥാർത്ഥമായ ആരാധന സമർപ്പിക്കുന്നത്. അപ്പോൾ യേശുവാണ് ദേവാലയം. ആ യേശുവാകുന്ന ദേവാലയം പിന്നീട് കൊരിന്തോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കും, നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന ആലയമാക്കി നമ്മളെ മാറ്റി. നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റി. അപ്പോൾ കർത്താവ് ഈശോ മിശിഹാ പറയുന്നത്, ഒരാൾ എന്നിൽ വിശ്വസിക്കുമ്പോൾ ഇത്ര നാളും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആ നദി അവരുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒഴുക്കിക്കൊടുക്കും, അഥവാ അവരെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റും. അവരിലൂടെ പരിശുദ്ധാത്മാവെന്ന നദി ഒഴുകും. രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഈശോ പറയുകയാണ്, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആദ്യത്തെ കാര്യം അതാണ്. ഒരാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, സമറിയാക്കാരോട് ഈശോ പറഞ്ഞതുപോലെ, ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്ന ആൾ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ദാഹജലം ചോദിച്ച് എന്നിൽ നിന്ന് കുടിക്കും. നമ്മൾ യേശുവിൽ നിന്ന് സ്വീകരിച്ച്, യേശുവിനെ വിശ്വസിച്ച്, യേശുവിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ആ ജീവജലമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആദ്യത്തെ അനുഭവം, രണ്ട് കാര്യങ്ങളിലെ ആദ്യത്തേത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ യേശുവിൽ നിന്ന് സ്വീകരിക്കണം. എന്നിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കണം. ആദ്യത്തെ സ്റ്റേജ് അതാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജ്, അങ്ങനെ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തവരുടെ ഉള്ളിൽ നിന്ന്, അവരാകുന്ന ദേവാലയത്തിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവാകുന്ന നദി അനേകരിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഈശോ ഇവിടെ ഈ വാചകത്തിനകത്ത് പ്രസ്താവിക്കുകയാണ്. എന്നിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇനി യോഹന്നാൻ പറയുകയാണ്, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അതായത് പരിശുദ്ധാത്മാവ് എപ്പോഴാണ് വർഷിക്കപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാലാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ദിവസം ആദ്യമായി പ്രസംഗിക്കുന്ന സമയത്ത് അവരിങ്ങനെയാണ് പറയുന്നത്, കർത്താവ് ഈശോ മിശിഹാ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയാണ്. ഞാനൊരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം, ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന്
പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത് അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. എപ്പോഴാണ് ആത്മാവിനെ വർഷിച്ചത്? ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത് അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത് യേശു മഹത്വീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. യേശുവിൻ്റെ കുരിശുമരണവും പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും സംഭവിച്ചതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത്. അതാണ് പറയുന്നത്, യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹ ഈ കൂടാര തിരുനാളിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ യേശുവിനെ സമീപിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ നൽകുന്ന യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്നുകൊണ്ടാണ്. യേശുവിനെ നമ്മൾ സമീപിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവ്, ഒന്ന്, അവൻ നമ്മുടെ ദാഹം തീർക്കുന്നു. രണ്ട്, അവൻ നമ്മിലൂടെ അനേകരുടെ ദാഹം തീർക്കുന്നു. ഒന്ന്, അവൻ നമ്മുടെ ദാഹം തീർക്കുന്നു. രണ്ട്, നമ്മിലൂടെ അനേകരുടെ ദാഹം തീർക്കുന്നു. അപ്പോൾ ആദ്യം പരിശുദ്ധാത്മാവിനെ നമ്മൾ പാനം ചെയ്യുമ്പോൾ അത് നമ്മുടെ ദാഹജലമായി മാറുന്നു. രണ്ടാമതായി ആ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ഒരു നദിയായി ഒഴുകുമ്പോൾ അത് അനേകം പേരുടെ ദാഹത്തിന് പരിഹാരമായിട്ട് മാറുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ പെന്തക്കോസ്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളിത് ചിന്തിക്കുന്നത്. പെന്തക്കോസ്തായ്ക്ക് ശേഷവും 365 ദിവസവും നമ്മൾ യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിൽ എപ്പിക്ലേസിസ് എന്ന ആ ശുശ്രൂഷയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ലത്തീൻ കുർബാനയിലാണെങ്കിൽ അങ്ങയുടെ ആത്മാവിനെ അയച്ച് മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ എന്ന് പറയുന്ന ഭാഗത്താണ് എപ്പിക്ലേസിസ്. മലങ്കർ കുർബാനയിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉന്നതത്തിൽ നിന്ന് മഹത്വത്തോടെ ഇറങ്ങി വരുന്നുവെന്ന് ശുശ്രൂഷകൻ അനൗൺസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ അപ്പത്തെ യേശുവിൻ്റെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ, രക്തമാക്കി പൂർത്തിയാക്കട്ടെ എന്ന് പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് എപ്പിക്ലേസിസ്. അതുപോലെ തന്നെ സീറോ മലബാർ കുർബാനയിലാണെങ്കിൽ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്ന ആ ഭാഗമാണ് എപ്പിക്ലേസിസ്. ഓരോ പരിശുദ്ധ കുർബാനയിലും നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. ഉദാശകളിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ ഓരോ പരിശുദ്ധ കുർബാനയിലും നാം വീണ്ടും വീണ്ടും സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ തിരുനാളിൻ്റെ വിവരണങ്ങൾ യോഹന്നാൻ നമ്മളോട് പറയുമ്പോൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു പെന്തക്കോസ്തായിലേക്ക് കടന്നു പോകാനുള്ള ഒരു ക്ഷണം കൂടി യോഹന്നാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു അസാധാരണമായ താല്പര്യം വളരെ സ്വാഗതാർഹമാണ്, ശ്രദ്ധേയമാണ്, സന്തോഷം തരുന്നതാണ്. കൂടുതൽ വചനം പഠിക്കാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.